ആ പിന്നെ ഞങ്ങൾ തിരുനാവായ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്തുള്ള ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട തവനൂർ MLA ഡോക്ടർ KT ജലീൽ സാഹിബും തിരൂർ MLA കുർക്കോളി മൊയ്തീൻ സാഹിബും കൂടി ഒരു തീരുമാനം എടുത്താൽ ഈ ബോർഡ് തൊപ്രംകോട് പഞ്ചായത്തിൻ്റെയും തിരുനാവായ പഞ്ചായത്തിൻ്റെ ഈ വെള്ളം മറിയുന്ന ഈ പ്രദേശം ഒരു ബണ്ട് കെട്ടാൻ നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ ഇവർ ഈ ക്യാമ്പിന് ചെലവാക്കുന്ന കാശും ഈ നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് ചായക്കാശ് പോയി തരുന്ന 10,000 വെച്ചാണെങ്കിൽ പോലും ആ ബണ്ട് അവിടെ കെട്ടാൻ സാധിക്കും. പക്ഷെ അതിവരാരും ചെയ്യുന്നില്ല. ഇനി വലിയൊരു ദുരന്തം വന്നതിൻ്റെ ശേഷം ഏതെങ്കിലും വീടുകളൊക്കെ പൊളിഞ്ഞ് 4 ആൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ണു തുറക്കും. അതുവരെ ഈ അധികാരികൾ ഒരിക്കലും കണ്ണു തുറക്കില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ബന്ദർകടവിൻ്റെ അവിടെ ശ്മശാനത്തിലേക്ക് തിരുനാവായ പഞ്ചായത്തിൻ്റെ ശ്മശാനത്തിലേക്ക് മറിയുന്ന വെള്ളം കെട്ടി നിർത്താനൊരു ബണ്ടും തുപ്രംകോടിൻ്റെയും തിരുനാവായൻ്റെയും ബോർഡിൽ നിൽക്കുന്ന ഒരു ബണ്ടും കെട്ടിത്തന്നാൽ ഈ 11-ാം വാർഡിലത്തെ ഈ ജനങ്ങളെ കഷ്ടം അതോടെ തീരും. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ ക്യാമ്പിലേക്ക് വരേണ്ട ആവശ്യം പിന്നെ വരില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് അധികാരികളൊന്ന് കണ്ണു തുറക്കൂ പ്ലീസ്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് അവിടെ വെള്ളം മറുന്ന സ്ഥലത്ത് ഒരു ഭിത്തി കെട്ടിത്തരാൻ ഇനി പൊളിക്കാത്ത കാര്യങ്ങളില്ല. അത്രയും പിടിച്ചിട്ടുണ്ട്. MLA പരമാവധി ശ്രമിച്ച് നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചും ചെയ്തു. പക്ഷേ ഫണ്ടിൻ്റെ ഇല്ലായ്മയാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇത്രയും ആൾക്കാർ 11-ാം വാർഡിലെ ആൾക്കാരാണ് കൂടുതൽ ഇപ്പോൾ ആ സ്ഥലത്ത് ഈ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. വേറെ എവിടുന്നും ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ കണ്ണ് തുറന്നിട്ട് ഇനിയൊരു അവസരത്തിൽ പോലും ഞങ്ങളങ്ങോട്ട് എത്തിക്കാനുള്ള വഴി ഉണ്ടാക്കരുതെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLAയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഭിത്തി കെട്ടാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നും വിനീതമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. MLA സ്ഥലം സന്ദർശിച്ചതാണ്. എന്നിട്ടും ആ മലവെള്ളപ്പാച്ചിൽ നേരെ വരുന്നത് ഞങ്ങളെ ഭാഗത്തേക്കാണ്. എത്രയോ കുടുംബങ്ങൾ സാധനങ്ങൾ നശിച്ച് എന്നും ഞങ്ങൾ എത്ര കൊല്ലം 2018 മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓരോ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കൂടുതൽ ഞങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അധികാരികൾ ഇതിനുള്ള ഉചിതമായൊരു തീരുമാനം എടുക്കാമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി എല്ലാവരും വന്നിരിക്കണം? എല്ലാവരും ഉണ്ട്. മക്കളുണ്ട്, അയൽവാസികളാണ് മൊത്തം. ഇത് 11-ാം വാർഡിൽ പെട്ട മൊത്തം തിരുനാവായ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ പെട്ട ആൾക്കാരാണ് ഈ ക്യാമ്പിലുള്ളത് മൊത്തം. വേറെ എവിടെയും വെള്ളം മറിഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഇല്ല. ഞങ്ങളുടെ ഭാഗത്താണ് ഇത് മറിയുന്നത്. ഒന്ന് ശ്മശാനം വിദ്യാഭവൻ്റെ റോട്ടിൽ പോണ ശ്മശാനത്തിൻ്റെ അടുത്ത് ബന്ദർകടവിൻ്റെ അടുത്ത് ഒരു ഭിത്തിയും കുഞ്ഞമ്മദാജിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഭിത്തിയും കെട്ടി തന്ന ഈ ഇതിന് ശാശ്വത പരിഹാരവും തുപ്രംകോട് തിരുനാവായ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട KT ജലീൽ MLA കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. ഈ 2 MLAമാരും കൂടി എടുത്ത ഒരു തീരുമാനം എടുത്താൽ ഇത് തീർന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് വിനീതമായിട്ട് MLA KT ജലീലിനോടും ബഹുമാനപ്പെട്ട കുർക്കോളി സാഹിബിനോടും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്.